കഴിഞ്ഞ രാത്രി ഞാൻ 9 മണിയായപ്പോൾ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു. വെള്ളിയാഴ്ച ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു. അപ്പം ശനിയാഴ്ച മുതൽ അതിലെ പുതിയ കമ്പനി ജോലി അത് പ്രൊമോട്ടറായിട്ട് ഞങ്ങൾ രണ്ടുകൂടെ അപ്പോൾ ഇൻ്റർവ്യൂ എടുത്തത്. ഞങ്ങൾ പോയിട്ട് അവൾ ഓക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് വൈകുന്നേരം അന്ന് തന്നെ ഉച്ചയ്ക്ക് പറയുന്നു, അവർ കുറേ പിള്ളേർ പറഞ്ഞു സാലറി ഒന്നും പ്രോപ്പറായിട്ട് കിട്ടത്തില്ല, നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ഞങ്ങൾ വിട്ട കേസാണ്. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് അതിലെ പെട്ടെന്ന് തന്നെ മിനിഞ്ഞാന്ന് വിളിച്ചിട്ട് പറയണം, എനിക്ക് ചേട്ടാ എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം, ജോലിക്ക് പോകണം. ഓക്കെ, അതില്ലേ ഓക്കെ എന്ന് പറയാം. അതിനുള്ള കാര്യങ്ങൾ ഞാൻ പാകിസ്ഥാനിയുടെ ടാക്സിയും കാര്യങ്ങളൊക്കെ എല്ലാം ഓക്കെ ആക്കി. അവർക്ക് വേണ്ട പൈസയും കൊടുത്തു. ഇന്നലെ വന്നിട്ട് കാർഡിൻ്റെ എൻ്റെ ഒരു ക്രെഡിറ്റ് കാർഡും കൊടുത്ത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വലിക്കുന്നു പറയാം. അയാൾ ഓക്കെ ആയിരുന്നു. പക്ഷേ ഭയങ്കര സീരിയസ് ആണ്. ഒന്നും വഴക്കിൻ്റെ പുറത്തായിരുന്നു. അയാൾ താഴെ കിടക്കുന്നത്. ഒരാഴ്ച കൊണ്ട് അയാൾ താഴെ കിടക്കുന്നത്, ഞാൻ മുകളിലുമാണ്. ഞങ്ങൾ തമ്മിലുള്ള കുറച്ച് പേഴ്സണൽ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. ഇയാൾ എല്ലാത്തിനും ഓക്കെ ആയിരുന്നു. ഞാൻ വെള്ളിയാഴ്ച ആയതുകൊണ്ട് വീക്കെൻഡ് ഞാൻ കഴിക്കാറുണ്ട്. ഞാൻ കഴിക്കുന്ന വ്യക്തിയാണ്. ഞാൻ വീക്കെൻഡ് ഇവർ പറയുന്ന കണക്ക് ഞാൻ ദിവസേന കഴിക്കുന്നൊരു വ്യക്തിയൊന്നുമല്ല. എനിക്ക് ദിവസേന കഴിക്കാൻ പറ്റത്തില്ല. ഞാനൊരു ഷുഗർ പേഷ്യൻ്റാണ്. ഞാൻ 2 നേരം ഇൻസുലിൻ എടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഡെയിലി കഴിക്കുന്നതോ ഒന്നും പോസിബിളായിട്ടുള്ള കാര്യമില്ല. അപ്പം ഞാൻ അവളെ ചേർത്ത് പിടിച്ചു. ഒരുപാട് പ്രാവശ്യം പല വർഷങ്ങളുണ്ടായപ്പോഴും ഞാൻ ചേർത്ത് പിടിച്ച് നിർത്തി കൂടെ. എനിക്ക് വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് അതിലേയും ഭയങ്കര പൊസസീവ്നെസ്സാണ്. ഞാനും അത് തന്നെയാണ്. അപ്പം ഞാനൊരാളുടെ മിണ്ടുന്നതോ അല്ലെങ്കിൽ ഞാനൊരു കൂട്ടുകാരോടെ പോകുന്നതോ പുറത്ത് പോയി കഴിക്കുന്നതോ റിലേറ്റീവ്സിൻ്റെ കൂടെ പോയി കാണിക്കുന്നതോ ഒന്നും അതിലേക്ക് ഇഷ്ടമല്ല. അതിൻ്റെ പേരിൽ തന്നെ എനിക്കിപ്പം എൻ്റെ അമ്മയോട് പോലും ഞാൻ മിണ്ടാറില്ല. ഞാൻ 2-3 വർഷമായിട്ട് എൻ്റെ അമ്മയോട് പോലും സംസാരിക്കാറില്ല. വീട്ടിൽ ഞാൻ നാട്ടിൽ പോയാൽ പോലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതിലേറെ കൂടെ തന്നെയാണ്. എവിടെ പോയാലും അവൾ വണ്ടി എടുക്കും, ഞാൻ പുറകെ ഇരിക്കും. ആ ഒരു ലൈഫാണ് എൻ്റേത്. അവളായിരുന്നു എൻ്റേത്. അവൾക്കും ഞാൻ തന്നെ ആയിരുന്നു. എൻ്റെ ഇടയ്ക്ക് സംഭവിച്ചത് ഞങ്ങളുടെ ജീവിതത്തെ പറ്റി ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ 2022 ചേട്ടൻ മരിച്ചാണ് എനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്തൊരു കാര്യം. അതിനുശേഷം കഴിഞ്ഞ നവംബറിൽ അതിൽ പ്രഗ്നൻ്റ് ആയിരുന്നു. 2-3 months പ്രഗ്നൻ്റ് ആയിരുന്നു. അവൾ നാട്ടിലോട്ട് പോയി. എൻ്റെ പെർമിഷൻ ഇല്ലാതെ അവൾ അബോർട്ട് ചെയ്തു. എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ആഘോഷം നടന്നത് എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. അമ്മയാണ് എല്ലാത്തിനും കൂടെ പോയത് കൊല്ലത്ത്. ആ ഒരു 2-3 months എൻ്റെ ജീവിതം മൊത്തത്തിൽ എനിക്ക് ഞാൻ അല്ലാതെ തീർന്നത്. തിരിച്ചു അതിനുശേഷം ഞാൻ കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്നു. ഞാൻ പോട്ടെ, എനിക്ക് അവളെ ഉള്ളൂ എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ അവളെ കൊണ്ടുവന്നു. മോളും വന്നു, അമ്മയും വന്നു. വന്നതിന് ശേഷം ഞാൻ പല പ്രാവശ്യം ചോദിച്ചു, മോളെ എന്തിനാണ് നീ ചെയ്തത്, എന്തിനാണ് കാണിച്ചത്? അപ്പോൾ അവൾ പറയുന്നതെന്ന് വെച്ചാൽ ഇയാൾക്ക് 40 വയസ്സായി, ഇയാളൊരു ഷുഗർ പേഷ്യൻ്റാണ്, ഒരു പെൺകുഞ്ഞാണ്. അപ്പോൾ അടുത്ത കുഞ്ഞുങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് അവളെ ആളോ പറഞ്ഞ് പഠിപ്പിച്ചാണ്, എടീ നീ പെട്ടുപോകും, നിനക്കിപ്പോൾ ഒരു പെൺകുഞ്ഞെല്ലാം ഉള്ളൂ, നിനക്ക് ജീവിക്കാം, ഇനിയൊരു കുഞ്ഞായി കഴിഞ്ഞാൽ നീ പെട്ടുപോകും, നീ 4-5 വർഷത്തേക്ക് നിനക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, നീ ചെയ്യരുതെന്ന്. അതിൻ്റെ പൊട്ടത്തരം കേട്ട് അവളത് ചെയ്തു. ഓക്കെ, അതിനുശേഷം വന്നു. ഞാൻ ചോദിക്കുമ്പോഴൊന്നും ഇവർക്ക് പ്രോപ്പറായിട്ട് റിപ്ലൈ ഇപ്പോൾ തരുന്നില്ലായിരുന്നു. ഇപ്പോൾ ഇന്നലെ എന്താ സംഭവിച്ചു വെച്ചാൽ, ഞാൻ ഇന്നലെ വന്നു, നൈറ്റിൽ വന്നിട്ട് ഞാൻ വന്ന് എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ വീക്കെൻഡ് ഞാൻ സാധനം എടുക്കാറുണ്ട്. കഴിച്ചിട്ട് ഞാൻ ഫുഡും കഴിച്ചിട്ട് എൻ്റെ ഒരു പാർട്ടിക്ക് ഞാൻ അജ്മാൻ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു. അതിനോട് ഞാൻ പോകുമ്പോൾ എനിക്ക് ഒരു ഒറ്റ ചാവിയുള്ള റൂമിനകത്ത് ആ ചാവി അവൾ ലോക്ക് ചെയ്തു. ഞാൻ പുറത്തു പോയ ശേഷം അത് കഴിഞ്ഞ് കുറേ നേരം ശേഷം എന്നെ കുറേ വിളിച്ചു വാട്സപ്പിൽ. ഞാൻ അത് സഫായിട്ടുള്ളതാണ്. ഞാൻ പുറത്ത് പോകുമ്പോൾ ഇങ്ങനെ വിളിക്കും. ഞാൻ അത് മൈൻഡ് ചെയ്ത് ഞാൻ കട്ട് ചെയ്ത് കാര്യം വന്ന് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ വരണം പെടുന്നുള്ള വിളിയോ അങ്ങനെ കട്ട് വിട്ടു. അന്നേരം ഉണ്ട് എനിക്കൊരു വീഡിയോ പോണക്ക് എൻ്റെ ഇതിനകത്ത് വിളിച്ചിട്ട് ഇവളിങ്ങനെ ചെയ്യാൻ പോകുമെന്നും പറഞ്ഞ് ഫാൻ ഇങ്ങനെ കാണിച്ചിട്ട് ഒരു വീഡിയോ എനിക്ക് വന്നു. ഞാൻ പെട്ടെന്ന് തന്നെ ഓടി. അത് കഴിഞ്ഞ് വന്നപ്പോൾ ഉണ്ട് ഞാൻ വന്നപ്പോൾ ഉണ്ട് ഡോറ് ഓപ്പണായിരുന്നു. ഇവിടുത്തെ ഡോറ് ഓപ്പണാണ്. നമ്മൾ ലോക്ക് ചെയ്ത ഡോറ് ഓപ്പണായിരുന്നു. ശേഷം വന്ന് കിടക്കുമ്പോൾ ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ അവളിങ്ങനെ ഫാനിൽ ഹാങ് ചെയ്തിട്ട് കാല് പൊക്കാവുന്ന രീതിയിൽ കാല് മടങ്ങി ഒക്കെ നിൽക്കായിരുന്നു. ആ ലെവലാണ് ഞാൻ കാണുന്നത്. ഞാൻ പെട്ടെന്ന് തന്നെ തട്ടി ഞാൻ പിടിച്ച് വലിച്ചിട്ട് എൻ്റെ ഇത് കയ്യിലേക്കകത്തായിരുന്നു അവൾ തൂങ്ങിക്കിടന്നത്. ഞാൻ പിടിച്ച് വലിച്ചു. അവൾ താഴോട്ട് വീണപ്പോഴെനിക്ക് മനസ്സിലായി തണുത്തിട്ട് ശരീരം മൊത്തം തണുത്തിരിക്കുമായിരുന്നു. ഞാൻ 999 വിളിച്ചു. അവർ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ നെഞ്ചത്ത് ഞെക്കൂ, അവിടെ നിൽക്കൂ. ഞാൻ എല്ലാം ചെയ്തു. അപ്പോൾ ഒരു ഞരക്കം ഞാൻ കേട്ടു. അതിനുശേഷം പിന്നെ ഇവിടെ താഴെ വന്നിട്ട് അവർ പോലീസ് വന്നു, ഒരു മോളി എന്നിട്ട് പറഞ്ഞു ആൾ പോയതെന്ന് പറഞ്ഞു. ഞാൻ വരുമ്പോൾ ഞാൻ ഒന്നും അന്നേരം മൈൻഡ് ചെയ്തില്ല. ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇന്നലെ രാവിലെ ഞാൻ വന്നു ഞാൻ റൂമിൽ ചെക്ക് ചെയ്തപ്പോൾ ഞാൻ കാണുന്ന കാര്യം എന്ന് വെച്ചാൽ, ഞങ്ങളുടെ ബെഡെന്ന് വെച്ചാൽ ഒരു 3 പേര്, നിങ്ങൾക്ക് ആർക്കും വേണം വന്ന് നോക്കാം, ഒരു 3 പേര് പിടിച്ചാൽ കുലുങ്ങാത്തൊരു ബെഡാണത്. ആ ബെഡിൻ്റെ പൊസിഷൻ മാറി കിടപ്പുണ്ട്. ഒരു കത്തി അവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഫ്രിഡ്ജിൻ്റെ മുകളിൽ ഞാൻ മാസ്ക് യൂസ് ചെയ്യാറില്ല. ഒരു 7-8 മാസ്ക്, ബ്ലാക്ക് മാസ്ക്, അതെങ്ങനെ വന്നു യൂസ് ചെയ്യാത്ത 7-8 മാസ്ക് ഞാൻ പോയപ്പോൾ അതില്ലായിരുന്നു. പിന്നെ ഫ്രിഡ്ജിൻ്റെ മുകളിൽ അവിടെ ലാപ്ടോപ്പ് ഇരിപ്പുണ്ട്. ആ കുഞ്ഞ് അവിടെ മുകളിൽ അവൾക്ക് എത്തത്തില്ല, അവളവിടെ വെക്കാറുമില്ല. അവൾ ദുരൂഹത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ എല്ലാവരോടും ഞാൻ പറഞ്ഞു, എനിക്കറിയണം എൻ്റെ കുഞ്ഞ് ശരിയാണ്, ഒരുപാട് വിഷമം അനുഭവിച്ചവളാണ് അവൾ ഒരിക്കലും ആത്മഹത്യ ചെയ്തില്ല. കൂടിപ്പോയി കഴിഞ്ഞാൽ അവൾ പറയുന്നത്, എൻ്റെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ നമുക്ക് പിരിയാം,
നമുക്ക് പിരിയാം. കാര്യം വെച്ചാൽ ഈ അബോർഷൻ കഴിഞ്ഞ് വന്നതിന് ശേഷം തന്നെ അവിടെ മൈൻഡ് മൊത്തം പ്രശ്നമായിരുന്നു. എങ്ങനെയെങ്കിലും പോകാം, ഞാൻ വേറെ ജോലി നോക്കാം, ഞാൻ വേറെ ബെഡ് സ്പേസ് എടുക്കാം, ഞാൻ വേറെ താമസിക്കാം, ഇയാളുടെ കാര്യം നോക്കും എന്നുള്ള മൈൻഡ്. ഞാൻ പല പ്രാവശ്യം ഞാൻ കാൽ പിടിച്ച് എനിക്ക് എൻ്റെ മൈൻഡിൽ ഇതൊക്കെ വരുന്നത്, എന്താ കുഞ്ഞിങ്ങനെ കാണിക്കുന്നുള്ളൂ. ഒരു 3-4 ആഴ്ചയായിട്ട് കാണിക്കുന്ന വേറെ കാര്യം എന്ന് വെച്ചാൽ താഴെ കിടക്കുന്നു, ഞാൻ മുകളിലും അവൾ താഴെയും. ഞാൻ വരുന്നു, മോന്ത കാണിക്കുന്നു, 3 നേരത്തെ ആഹാരം ഉണ്ടാക്കി തരുന്നുണ്ട്, ഓക്കെ, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ നമുക്കൊരു ലൈഫ് വേണ്ടേ? ഞാൻ അവൾക്ക് വേണ്ടിയാണ്. ഇവരെല്ലാവരും പറഞ്ഞു ഞാൻ 1 വർഷമായി ഷാർജ എന്ന്. 1 വർഷമൊന്നുമല്ല, ഞാൻ 2 മാസമായിട്ടുള്ളൂ, 1.5 മാസമായിട്ടുള്ളൂ. ഞാൻ ദുബായിലായിരുന്നു, എൻ്റെ ജോലി DMCC-യിലാണ്, JLT-യിൽ, ജുമേറ ലേക്ക് ടവറിൽ. അപ്പോൾ എനിക്ക് വളരെ സൗകര്യം നോക്കിയാണ് ഞാൻ അവിടെ താമസിക്കുന്നത്. പക്ഷെ എന്നിട്ട് പോലും ഞാൻ അതൊക്കെ വിട്ടിട്ട് അവൾക്ക് വേണ്ടി ഇവിടെ വന്നിരിക്കുമ്പോൾ എനിക്ക് രാവിലെ മുതൽ വൈകുന്നേരം സംസാരിക്കാൻ ആരുമില്ല, മിണ്ടാൻ ആരുമില്ല. ഞാൻ 5:30 പോകുന്നു, നിങ്ങൾ രാത്രി കയറി വരുന്നു എന്നുള്ള മൈൻഡിൽ അവൾ പറഞ്ഞു. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്തില്ല, ഞാൻ അജ്മാനിൽ വരാം അല്ലെങ്കിൽ ഷാർജയിൽ വരാം. അപ്പം ഷാർജ എന്ന് വെച്ചാൽ തൊട്ടടുത്ത് അവിടെ അനിയത്തിയുണ്ട്, ഇവിടെ അടുത്ത് തന്നെയാണ്. എനിക്ക് പോകാൻ അറിയില്ല എനിക്ക്, കാര്യം ഞാൻ അത്ര ഇതല്ല. എന്നാലും അവൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു നീ പൊയ്ക്കോ കാര്യങ്ങൾ ചെയ്തെന്ന് പറഞ്ഞ് ഞാൻ ഷാർജ വന്ന് ഇവിടെ അവിടുന്ന് ഷാർജ വന്ന് താമസിക്കുകയാണ് ഞാൻ. എനിക്കിപ്പോൾ 2.5-3 മണിക്കൂർ പോകാനും വരാനും എനിക്കുണ്ട്. എനിക്ക് 7:30 to 6:30 ആണ് എൻ്റെ ഡ്യൂട്ടി. ഞാൻ ഇവിടുന്ന് 5:30 ഇറങ്ങും, ഞാൻ വരുന്ന 9 മണിക്കാണ്. ഞാൻ വന്ന് കാണുമ്പോഴൊക്കെ കുഞ്ഞിങ്ങനെ ഭയങ്കരമായിട്ട് അകലച്ച് കാണിച്ചുകൊണ്ട് എന്നോട് മിണ്ടാത്തയും ചെയ്യാൻ ഇങ്ങനെ ഒരു വല്ലാത്തൊരു ഗ്യാപ്പിൽ ഇങ്ങനെ നിൽക്കുന്നത് എന്താണെന്ന് എനിക്ക് എൻ്റെ മദ്യപാനോ അല്ലെങ്കിൽ എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിന് 2013 തൊട്ട് ഞാൻ 2012 ആ കുഞ്ഞിനെ മോതിരിട്ടാണ്. ആ കുഞ്ഞിനെ അറിയാവുന്ന കേസ് അവൾക്ക് അറിയാത്തതായിട്ട് ഒന്നുമില്ല, മദ്യപാനം ഒന്നുമല്ല, അവൾക്ക് വേറെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അവൾക്ക് ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻ.